ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്നവർ മാത്രമേ നമുക്കൊപ്പമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും മേപ്പാടി ക്യാമ്പിലും മറ്റു പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി മാറിക്കഴിഞ്ഞു. നമസ്കാരം. നജുമുദ്ദീൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് ഇവിടെ തന്നെ സാർ, ഈ പള്ളിയുടെ ബാക്കിലാണ്. പള്ളിയുടെ ബാക്കിൽ. ഈ ടൗൺ എങ്ങനെയാണ് ഇരുന്നത്? ഇതിനപ്പുറം എന്തായിരുന്നു ശരിക്കും? സാറേ ഇതിന്റെ അപ്പുറം നല്ല മനോഹരമായിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. നല്ല എന്താ പറയാ, അവിടെ ശിവക്ഷേത്രം ആലിന്റെ ചുവട്ടിൽ. അതിന്റെ ചുവട്ടിലായിരുന്നു ഞങ്ങൾ അമ്പലം ഉണ്ടായിരുന്നത്. പിന്നെ ഫുള്ള് കടകളായിരുന്നു, വീടുകളുണ്ടായിരുന്നു ഇവിടെ. അതുപോലെ എന്താ പറയാ, ഇവിടുന്ന് അങ്ങോട്ട് പോയ എസ്റ്റേറ്റ് ആണ്. ഈ പുഴയ്ക്ക് എത്ര വലുപ്പം ഉണ്ടായിരുന്നു, എത്ര വീതി ഉണ്ടായിരുന്നു? സാർ ഒരു 10-20 മീറ്റർ. അതായത് ആ നമ്മളെ 2018 പൊട്ടിയില്ലേ, അപ്പൊ ഇതെല്ലാം ഇവിടുത്തെ നമ്മളെ പഞ്ചായത്ത് ഫുള്ള് വീതി കൂട്ടിയിരുന്നു. അതെല്ലാം വീതി കൂട്ടി നല്ല വീതിയായിരുന്നു അത്. നമസ്കാരം ചേട്ടാ, ഇവിടെയാണോ വീട്? ഇവിടെ 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 തൊട്ടടുത്ത് തന്നെ. തൊട്ടടുത്ത് ചേട്ടൻ എല്ലാവരും, നിങ്ങളെല്ലാവരും ഇവിടുത്തെ ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത്, ഇപ്പം ഈ മഴ കാരണം നമ്മുടെ മുണ്ടക്കായിൽ നിന്ന് കുറച്ച് ആൾക്കാർ, അതായത് അതിന് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ, ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണമല്ലോ. അവിടെയുള്ള മേലുള്ള ആദിവാസികളെ ഈ ഞാൻ ഇവിടെ PTA ഓഫീസിലുണ്ടും കൂടിയാ ഈ സ്കൂളിന്റെ വെള്ളാർമല സ്കൂളിന്റെ. നമുക്ക് സ്കൂളിലോട്ട് പോയാലോ? ഓക്കെ. വെള്ളാർമല സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടിയാണ് നജുമുദ്ദീൻ. ആരെ മകനോ മകളോ പഠിക്കുന്നത്? എൻ്റെ മോള്. പേരെന്താ? പേര് നജ ഫാത്തിമ. മോളുടെ കൂട്ടുകാരികളിൽ ആരെങ്കിലും ഈ മുണ്ടക്കൈ ഭാഗത്ത് ഇവിടെ ഉള്ളവരുണ്ടോ? പെട്ടുപോയിട്ടുണ്ടോ? എൻ്റെ പെങ്ങളെ കുട്ടി പോയിട്ടുണ്ട്, പെങ്ങള് പോയിട്ടുണ്ട്. എൻ്റെ കുടുംബം. പെങ്ങളോ? എൻ്റെ സ്വന്തം പെങ്ങ, അതായത് ഒരു ചോരയെന്ന് വന്ന പെങ്ങള് പോയിട്ടുണ്ട്. അവരുടെ വീട് എവിടെയായിരുന്നു? അവരുടെ വീട് ഇത് കുറച്ച് പോയൊരു 10 സ്കൂളിൻ്റെ ഒരു കുറഞ്ഞ ദൂരമുള്ളൂ അവരുടെ വീട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഈ 30-ാം തീയതി വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അങ്ങനെ വലിയ ഭീതി ഒന്നും ചൂരൽമലയിൽ ആരും കണക്കാക്കുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ പൊട്ടി വരുമെന്നോ ഇത്രയും ദൂരം നിന്ന് ഇങ്ങോട്ട് ഒളിച്ചു വരുമെന്നൊന്നും ആരും കരുതുന്നില്ല. അതായത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭീതി ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. എന്താ പറയാ, ദൈവത്തിന്റെ ഒരു. ഇവിടേക്ക് എന്തായിരുന്നു അവസ്ഥ? ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്ന കടകളാണ് സാർ. കടകൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടകളായിരുന്നു. അതിന്റെ ബാക്ക് ഭാഗത്ത് ഞങ്ങളെ ബാങ്കാണ്, ഇതിന്റെ അടുത്താണ് ഞങ്ങളെ ബാങ്ക്. ഇതിന്റെ മുമ്പിലാണ് ഗ്രാമീണ ബാങ്ക് ഉണ്ട്. സ്കൂളിലോട്ട് പോകുന്ന വഴികളാണിത്. കടകളൊക്കെ ഉണ്ട്, കടകളാണ്. അപ്പോൾ ആ കടകളുടെയൊക്കെ ഒരു അവസ്ഥ നോക്കൂല്ലേ? വളരെ. ഇത് ഈ സ്കൂളിൽ ഇപ്പോൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു? ഞങ്ങൾക്ക് 530ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 530. VHSC ഉണ്ട്. VHSCയിൽ വേറെ കുട്ടികൾ. VHSC മൊത്തം പോയി. VHSC മൊത്തം പോയി എന്ന് വെച്ചാൽ ക്ലാസ്സും ആ ഭാഗം പോയോ? ആ ഗ്രൗണ്ട് മൊത്തം ഈ പുഴ എടുത്തു പോയി. അവിടെ ഇപ്പോൾ പുഴയായി മാറി, ഗ്രൗണ്ട് പോയിട്ട് പുഴയായി മാറി. ഓക്കെ. ഇതിൻ്റെ അവിടെ നിന്നാണ് ഉരുൾ പൊട്ടി വരുന്നത്. ഈ സ്കൂളിനോട് ചേർന്നുള്ള ഭാഗത്തെ കടകളും വീടുകളും ഒക്കെ പോയത്. ഇവിടെ മാത്രം എത്ര വീടുകൾ പോയിട്ടുണ്ടാവും സാറേ? ഇവിടെ മാത്രം എത്ര വീടുകൾ കറക്റ്റ് എന്താ ഒരു 100ഓളം വീടുകൾ ഈ ഭാഗങ്ങൾ മേലുണ്ട്. മുണ്ടക്കായി എൻ്റെ ബാക്കിലായിട്ടുള്ളത്, അവരും പോയിട്ടുണ്ട്. അവരൊന്നും ഇതുവരെ കിട്ടിയിട്ടെന്നല്ല. നജുമുദ്ദീൻ ഈ ശബ്ദം വല്ലതും കേട്ടോ നിങ്ങളുടെ വീട്ടിൽ? പിന്നെ ഈ ഫസ്റ്റ് പൊട്ടുന്ന ടൈമിൽ എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, ഉമ്മാനെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മോന് മുണ്ടക്കായി നിന്ന് വിളിച്ചിട്ടുണ്ട്, മുണ്ടക്കായി മൊത്തം പോയിട്ടുണ്ട്, ഓടി വാന്ന് പറഞ്ഞു. എന്താ പറയാ, എണീച്ച് നിൽക്കാൻ വരെ അപ്പൊ പറ്റണില്ല. ആ ഇത് അറിഞ്ഞിട്ട് ഞാൻ 1:15 ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 1:15? അല്ല, വെളുപ്പിന് 1:15 എത്തിയിട്ടുണ്ട്. അപ്പൊ 1:15 എത്തുമ്പോ കണ്ട കാഴ്ച എന്താ? 1:15 എത്തുമ്പോ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ കുഞ്ഞിനെ എടുത്തു തരിക ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ നാട്ടുകാരും ഇവിടെ നമ്മുടെ JCB ഡ്രൈവർ ബാബു എന്ന് പറയും, അവനാണിത് ഏറെക്കുറെ ഈ ഭാഗത്തുള്ള ഒരുവിധം മരണങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തത് ആ JCB ബാബുവാണ്. JCB ബാബു? JCB, അവന്റെ കയ്യിൽ JCB ഉണ്ട്. അപ്പോൾ അവന്റെ ബാബു എന്നാണ് വിളിക്കുക. അവനാണ് ഇത്രയും. അയാൾ ഇവിടെ നാട്ടുകാരനാണ്. ഈ സംഭവം പറഞ്ഞ് പുള്ളി JCB ആയിട്ട് ഇറങ്ങി? JCB ആയിട്ട് ഇറങ്ങി. പുള്ളി ഇവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ? അതോ? പിന്നെ ഞങ്ങളെ കാരുണ്യം പ്രവർത്തകർ പെട്ടെന്ന് ഇതിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഇറങ്ങി. രാവിലെ 1:15 ആകുമ്പോഴേക്കും, രാത്രി 1:15 ആകുമ്പോഴത്തേന് അതായത് 1:15 ഞങ്ങളെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ നമ്മുടെ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. ആ റോട്ടിന്, അതായത് നമ്മുടെ പള്ളിൻ്റെ അങ്ങനെ കയറിയിട്ട് ആ റോട്ടിന്. അങ്ങനെ രണ്ടാമത്തെ പൊട്ടുമ്പോഴാണ് എല്ലാവരും ചെതറി ഓടുന്നത്. എന്തായാലും നമ്മുടെ ഇവിടെ CSR ഉണ്ട്, അയാൾ. രണ്ടാമത്തെ പൊട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഈ സ്ഥലത്തുണ്ട്? ഈ സ്ഥലത്തുണ്ട്. അതായത് രണ്ടാമത് പൊട്ടുന്ന ടൈമിൽ നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർ അവിടെ ഉണ്ട്. ഇത് ഓടി പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്, രക്ഷിക്കുന്നു. എൻ്റെ സുഹൃത്ത് ഒരു മനാഫ് എന്ന് പറഞ്ഞവനുണ്ട്. മനാഫ് എന്ന് പറഞ്ഞവൻ എന്നോട് എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വെള്ളം കുടിച്ച് നമ്മളെ കലിമ ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ മോൻ്റെ മുഖത്ത് ഞങ്ങൾ മുണ്ടിട്ടിക്കണേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ആ വീട്ടിൽ 15 പേരുണ്ടായിരുന്നു. അവരുടെ വീട് എവിടെയാ? അവരുടെ വീട് നമ്മൾ പോണ ഈ വഴി തന്നെയാണ്. ആ വീട് പോയിട്ടില്ല. ആ വീടിന്റെ മൊത്തം എന്താ പറയാ, ആ വീട് അങ്ങനെ എന്താ പറയുക, കൂൺപൊന്തിമാർക്ക് അവിടെ ഉണ്ട്. ആ വീട് പിന്നെ ആ വീട്ടിലായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു. അതിന്റെ മേലെ എന്താ ടെറസിന്റെ മേലെ കയറി നിന്ന് അവരെല്ലാവരും കൂടി.
അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് 15 പേര് രക്ഷപ്പെട്ട്. ഓക്കെ. ഇത് ഈ സ്കൂളിൻ്റെ ഈ വഴിയാണോ, ഈ ഭാഗത്തെ ഉള്ളിലേക്കുള്ള വഴിയാണോ തോന്നുന്നു? BHSയിലേക്കുള്ള പോകുന്ന വഴി അത് പൂർണ്ണമായിട്ടും പോയി അല്ലേ? 3 താഴോട്ടാണ് ഇറങ്ങി കുറച്ച്